ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്യൂട്ടായിട്ടുള്ള ബോ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ്. ബേസിക് സ്റ്റിച്ചസ് ആയ ഹാഫ് ഡബിൾ ക്രൂഷ്യ, സിംഗിൾ ക്രൂഷ്യയും സ്ലിപ്പ് സ്റ്റിച്ചും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ക്യൂട്ടായിട്ടുള്ള ബോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ബോ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് യാണാണ്. ഞാൻ പിങ്ക് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ യാണ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അക്രലിക്കോ കോട്ടനോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്കാണ്. 4mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ബോ കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.5 യൂസ് ചെയ്യാം. ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3.5 സൈസ് ഹുക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ച് വലിയൊരു ബോയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4mm സൈസ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് സിസർ. ഈ 3 തിങ്സും മതിയാകും ബോ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ബോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബോ ചെയ്യാനായിട്ട് ആദ്യം യാൺ എടുക്കണം. യാൺ എടുത്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ടെയിൽ സൈഡും റൈറ്റ് സൈഡിലുള്ളത് വർക്കിംഗ് സൈഡുമാണ്. അപ്പം നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവർ ക്രൂഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന പേരിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ എല്ലാ ബേസിക് സ്റ്റിച്ചസിൻ്റെയും ട്യൂട്ടോറിയലാണ് ചെയ്തിട്ടുള്ളത്. അത് കയറി നോക്കിയാൽ മതിയാകും. നിങ്ങൾക്ക് എല്ലാ ബേസിക് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയലും ഉണ്ടാകും. അതൊക്കെ പഠിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വന്ന് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. കയറി നോക്കി പഠിക്കണം. പഠിച്ചിട്ട് വേണം എല്ലാ വർക്കും ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട് ചെയ്യാം. എപ്പോഴും സ്ലിപ്പ് നോട്ട് ചെയ്യുമ്പോൾ കുറച്ച് യാണ് വിട്ടിട്ട് വേണം നോട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നീളത്തിൽ വിടണം. നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വിടണം. അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇളകി പോരും. അതുകൊണ്ട് കുറച്ച് യാൺ വിട്ടിട്ട് വേണം സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട്. ഇതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഹുക്കിനെ എടുത്തിട്ട് ഈ നോട്ടിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് 2 സൈഡിലെ യാണിനെയും വലിക്കണം. വലിക്കുമ്പോൾ യാൺ ഹുക്കിൽ സെക്യൂർ ആയിക്കോളും. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. 75 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 75 1 2 3 4 5 6 75 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 75 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കാണാം. 75 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ്. ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് ഹുക്കുള്ള ലൂപ്പാണ്. ഇത് ഹുക്കിൻ്റെ ലൂപ്പാണ്. ഈ ഹുക്കുള്ള ലൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ. ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്ത് തുടങ്ങാനായിട്ട്. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് വേണം ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രൂഷ്യ 8 ഹാഫ് ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ടേൺ ചെയ്ത് ഈ ബമ്പിലൊന്നും അല്ല ചെയ്യുന്നത്. അല്ലാതെ ഈ ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റിച്ച്. അതിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലാണ് ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നത്. 1 2 3 4 5 6
7, 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്. 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ആദ്യം നമ്മൾ 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതും ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ്. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 1, 2, 3, 4, 5, 6. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് കാണാം. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. നെക്സ്റ്റ് നമുക്കിനി ചെയ്യേണ്ടത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. ആദ്യം 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ, നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച്. വീണ്ടും നമ്മൾ 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. ഇനി 6 സ്ലിപ്പ് സ്റ്റിച്ച്. 1, 2, 3, 4, 5, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യേണ്ടത് 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ്. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 1, 2, 3, 4, 5, 6, 7. ചെയ്യേണ്ടത് 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ്. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് കാണാം. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. നെക്സ്റ്റ് വീണ്ടും നമുക്ക് ചെയ്യേണ്ടത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ് കേട്ടോ. 6 സ്ലിപ്പ് സ്റ്റിച്ച്. 1, 2, 3, 4, 5, 6. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടത് 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ്. 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 1, 2, 3, 4, 5, 6, 7, 8 ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ഫസ്റ്റ് റോയാണ് ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്തത് 75 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. 75 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഫസ്റ്റ് റോയിലാണ് നമ്മൾ ഈ ഹാഫ് ഡബിൾ ക്രോഷ്യയും സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്തത് കേട്ടോ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ആദ്യം 75 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും നമ്മൾ 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. 3 പ്ലേസിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. 1,
2 3 ഈ 3 പ്ലേസിലുമാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് റോ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് റോ ചെയ്യാം. സെക്കൻഡ് റോ ചെയ്യാനായിട്ട് ആദ്യം ചെയിൻ 1 ഇടണം. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സെക്കൻഡ് റോ ചെയിൻ 1 ഇട്ടിട്ട് വർക്കിനെ ടേൺ ചെയ്യണം. വർക്കിനെ ടേൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്ത പ്ലേസിൽ ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത പ്ലേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്ത പ്ലേസിൽ ഹാഫ് ഡബിൾ ക്രൂഷ്യ. അപ്പോൾ ആദ്യം നമ്മൾ 8 ഹാഫ് ഡബിൾ ക്രൂഷ്യയാണ് ചെയ്തത്. അപ്പോൾ 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ചെയിൻ 1 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രൂഷ്യ, 1 2 3 4 5 6 7 നമ്മൾ ചെയ്തത് 8 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 8 ഹാഫ് ഡബിൾ ക്രൂഷ്യയാണ് ചെയ്തത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് 6 സ്ലിപ്പ് സ്റ്റിച്ച്. ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്ത പ്ലേസിൽ ഹാഫ് ഡബിൾ ക്രൂഷ്യയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട പ്ലേസിൽ സ്ലിപ്പ് സ്റ്റിച്ചുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൗണ്ടിങ് വന്ന് തെറ്റാൻ പാടില്ല. കൗണ്ടിങ് തെറ്റിയാൽ കറക്റ്റായിട്ട് ആ ബോർഡ് ഷേപ്പും വരില്ല കേട്ടോ. അതുകൊണ്ട് കൗണ്ടിങ് തെറ്റാൻ പാടില്ല. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ലൂപ്പ് എടുത്ത് വേണം ചെയ്യാനായിട്ട്. 1 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2-3 എണ്ണം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. 3 4 5 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിനി 20 ഹാഫ് ഡബിൾ ക്രൂഷ്യയിൽ 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രൂഷ്യ, 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നമുക്ക് കാണാം. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തു. 20 ഹാഫ് ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത പ്ലേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. 6 സ്ലിപ്പ് സ്റ്റിച്ച്. സ്റ്റിച്ച് ഒന്നും വിട്ടുപോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും 20 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം.
20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം. 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കിവിടെ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം, 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ 6 സ്ലിപ്പ് സ്റ്റിച്ചും 8 ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തിട്ട് സെക്കൻഡ് റോയുടെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റോയുടെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ച് വന്ന് ഇതാണ്. പ്രീവിയസ് റൗണ്ടിൽ ചെയ്ത നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച് ലൂപ്പ് ഇതാണ് കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് പോവും. അല്ല, ഈ ലാസ്റ്റ് സ്റ്റിച്ച് വരുന്നത് ഇതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, മിസ് ചെയ്യാൻ പാടില്ല. ഇതാണ് 8th ഹാഫ് ഡബിൾ ക്രോഷ്യ. അതിലും കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 8 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇപ്പം നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് റൗണ്ടും സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓരോരോ റൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ചെയിൻ 1 ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്തിട്ട് വേണം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. റൗണ്ടും സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നാണ്. 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നെക്സ്റ്റ് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും 20 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 6 സ്ലിപ്പ് സ്റ്റിച്ച്, ലാസ്റ്റ് വീണ്ടും 8 ഹാഫ് ഡബിൾ ക്രോഷ്യ. തേർഡ് റൗണ്ട് ഇങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ബോയുടെ വലിപ്പത്തിനനുസരിച്ചാണ് റോസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓരോരോ റോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയിൻ 1 ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. റോ 3 to റോ 7 വരെ ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ കുറച്ച് വലിപ്പമുള്ള ബോയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് റോ 7 വരെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റോ 3 to റോ 7 വരെ ചെയ്തിട്ട് നമുക്ക് കാണാം. 7 റോ വരെയാണ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 8th റോയാണ് ചെയ്യാൻ പോകുന്നത്. 8th റോ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ 1 ഇട്ടിട്ട് വർക്കിനെ ടേൺ ചെയ്യണം. ചെയിൻ 1 ഇട്ട് വർക്കിനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് പ്രീവിയസ് റൗണ്ട് നമ്മൾ 7 റോ വരെ എന്താണ് ചെയ്തത്? 8 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ല ചെയ്യാൻ പോകുന്നത്, സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ 20 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മാറ്റമില്ല, 20 ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 3 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം. 20
20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 1 ഇവിടെ 6 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് കാണാം. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് ചെയ്യേണ്ടത് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. 20 ഹാഫ് ഡബിൾ ക്രോഷ്യ, 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. നമുക്ക് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ല, 8 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 8 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ. 8 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 8th റൗണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 8 സിംഗിൾ ക്രോഷ്യ എന്നാണ്. 8 സിംഗിൾ ക്രോഷ്യ, 6 സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് 20 ഹാഫ് ഡബിൾ ക്രോഷ്യ, 6 സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും 20 ഹാഫ് ഡബിൾ ക്രോഷ്യ, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 8 സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റായിട്ട് ചെയ്തത് 8 സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റും ലാസ്റ്റും സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തത്. നമുക്കിനി 8th റോയോടെ സ്റ്റോപ്പ് ചെയ്യാം. ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം. ഈ യാണിനെ പുറത്തെടുക്കണം. ഇനി യാൺ നീഡിൽ യൂസ് ചെയ്ത് നമുക്ക് ഫസ്റ്റും ലാസ്റ്റും ഉള്ള യാണിനെ നമുക്ക് സെക്യൂർ ചെയ്യാമേ. യാൺ നീഡിൽ എടുത്തിട്ട് യാണിനെ കോർക്കണം. കോർത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. ബാക്ക് സൈഡിൽ വേണം സെക്യൂർ ചെയ്യാനായിട്ട്. എൻഡിങ് സൈഡിലെയാണ് സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 റോ വരെ ചെയ്താൽ മതി. 7 റോ വരെ സെയിം പാറ്റേണും 8 റോയിൽ ഫസ്റ്റും ലാസ്റ്റും മാത്രം സിംഗിൾ ക്രോഷ്യയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റോങ് സൈഡിനെ വേണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട്. റോങ് സൈഡിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വച്ചിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഉള്ളത് സ്ലിപ്പ് സ്റ്റിച്ച് ഉള്ളത് 3 സ്ലിപ്പ് സ്റ്റിച്ചാണ്. 1 2 3 3 സ്ലിപ്പ് സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. നടുക്ക് വരുന്ന സ്ലിപ്പ് സ്റ്റിച്ചിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നടുക്ക് വരുന്ന സ്ലിപ്പ് സ്റ്റിച്ചിലാണ് നമ്മൾ ബോ പോലെ ഫോൾഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിനെ സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ചിൽ ഇങ്ങനെ വയ്ക്കണം. അതായത് ഈ സ്ലിപ്പ് സ്റ്റിച്ചിനെ സെൻറ്ററിലായിട്ട് വയ്ക്കും.
ഇങ്ങനെയാണ് നമ്മൾ ബോ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇനി ഇത് തേർഡ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. തേർഡ് സ്ലിപ്പ് സ്റ്റിച്ചിനെയും സെക്കൻഡ് സെൻറ്ററിലുള്ള സ്ലിപ്പ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെയാണ് നമ്മൾ ബോ ഷേപ്പിലാക്കി എടുക്കുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ സ്ട്രെയിറ്റായി വയ്ക്കുമ്പോൾ നമുക്ക് 3 സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടായിരിക്കും. 1 2 3 3 സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടായിരിക്കും. നമ്മൾ ബോ പോലെ ആക്കി എടുക്കുന്നത് ഈ 2 സ്ലിപ്പ് സ്റ്റിച്ചിനെയും സെൻറ്ററിലോട്ട് ഫോൾഡ് ചെയ്താണ് ബോ പോലെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. അത് ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിന് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ചിൽ കൊണ്ടുവരണം, തേർഡിനെ എടുത്ത് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. ബോ പോലെ ഫോൾഡ് ചെയ്തു. ബോ പോലെ ഫോൾഡ് ചെയ്തിട്ട് ഇനി സെൻറ്ററിൽ യാണ് കൊണ്ട് ചുറ്റണം. യാണ് കൊണ്ട് ചുറ്റി ടൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ബോ ആകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വയ്ക്കണം കേട്ടോ. ഈ 3 കറക്റ്റ് സെൻറ്ററിൽ വരണം. 3 സ്ലിപ്പ് സ്റ്റിച്ചും കറക്റ്റ് സെൻറ്ററിൽ വേണം വരാനായിട്ട്. ഇനി കുറച്ച് യാണിനെ ഇടണം, യാണെടുക്കണം. യാണെടുത്ത് കുറച്ച് യാണ് വിട്ടിട്ട് ഇനി സെൻറ്ററിലോട്ട് ചുറ്റണം. ഈ യാണ് നമുക്ക് ലാസ്റ്റ് ടൈ ചെയ്യാൻ വേണം. നല്ലതുപോലെ ടൈറ്റായിട്ട് വേണം ചുറ്റാനായിട്ട്. അങ്ങനെ ടൈറ്റായിട്ട് വേണം ചുറ്റി ചുറ്റി എടുക്കാൻ. രണ്ട് സൈഡും ഒരുപോലെ വേണം ഷേപ്പും വരാനായിട്ട്. കുറേ പ്രാവശ്യം നല്ലതുപോലെ ചുറ്റണം. ചുറ്റിയെടുത്തിട്ട് ബാക്കിൽ നമുക്കിനി യാണിനെ കുറച്ച് നീളത്തിൽ വിട്ട് കട്ട് ചെയ്യാം. ചുറ്റിയത് മതിയാവും. ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാം. ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചിങ്ങനെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഈ ബോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോയാണ്. ബേസിക് സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഈ ബോ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി കൂടിയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞു പിള്ളേർക്കും വലിയ ആൾക്കാർക്കും ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബോയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം. ഈ ബോ നമുക്ക് ക്രോഷ്യ ബാഗ്, ഡ്രസ്സ്, ബ്ലാങ്കറ്റ്സ് എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്ലൂ ചെയ്യാം. സ്റ്റിച്ചും ചെയ്ത് വയ്ക്കാം, ഗ്ലൂവും ചെയ്ത് വയ്ക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ചെറിയ ബോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെയർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബോ ചെയ്തതിൻ്റെ റീസൺ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്ന ക്രോഷ്യ പ്രോഡക്റ്റാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയില്ല, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. നിങ്ങളെല്ലാവരും ഈ ബോ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഈ ബോ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.